മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയുടെ ശബ്ദ സാമ്പിൾ ശേഖരിക്കാൻ കോടതിയുടെ അനുമതി. NIAക്ക് പട്യാല ഹൗസ് കോടതിയാണ് അനുമതി നൽകിയത്. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, നേരത്തെ തന്നെ NIA ആവശ്യപ്പെട്ടിരുന്നതാണ് ഇങ്ങനൊരു കാര്യം. ഇപ്പോൾ കോടതി അനുമതിയായിരിക്കുന്നു. വിവരങ്ങൾ. അനുജ, NIAയുടെ കസ്റ്റഡിയിൽ ഈ മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണ തുടരുന്നുണ്ടെങ്കിലും NIAയുടെ ചോദ്യം ചെയ്യലിനോട് തഹാവൂർ റാണ സഹകരിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടുതൽ ഇതുമായി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ചുരുളഴിയുന്നതിനായി നേരത്തെ തന്നെ NIA ആവശ്യപ്പെടുന്നതാണ് ഈ ശബ്ദ സാമ്പിളുകൾ പരിശോധിക്കുവാനുള്ള അനുമതി. ആ അനുമതിയാണ് പട്യാല ഹൗസ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് മുൻപ് ഈ ഫോൺ സംഭാഷണം ഉൾപ്പെടെയുള്ള സാമ്പിളുകളും നിലവിലെ ശബ്ദ സാമ്പിളുമായി താരതമ്യപ്പെടുത്തി അത് തഹാവൂർ റാണയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ കൂടിയായിരിക്കും ഈ ഒരു പരിശോധന, സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധന NIA നടത്തുക. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട മുംബൈ ക്രൈംബ്രാഞ്ച് തഹാവൂർ റാണയെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ കേരളം സന്ദർശിച്ചത് ഈ അടുത്ത ചില പരിചയക്കാരെ കാണാനാണ് എന്ന തരത്തിലായിരുന്നു തഹാവൂർ റാണ മൊഴി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മേൽവിലാസമടക്കമുള്ള കാര്യങ്ങൾ തഹാവൂർ റാണ കൈമാറിയതായുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ എന്തായാലും അത് മുംബൈ ക്രൈംബ്രാഞ്ചാണ് അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനിടയിൽ കൂടിയാണ് NIA ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് കണ്ടെത്തലുകളിലേക്ക് കൂടി കടക്കാനായി ഇപ്പോൾ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കാൻ കോടതിയെ സമീപിച്ചതും അതിലൊരു അനുമതി NIAക്ക് ലഭിക്കുന്നതും. ഇതിലിപ്പോൾ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ? പുതിയ വിവരങ്ങൾ? ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും സഹകരിക്കുന്നില്ല എന്ന് പറയുന്നു, ചിലപ്പോഴൊക്കെ സഹകരണമുണ്ട് എന്നത്. ഏറ്റവും ഒടുവിലായി വീണ്ടും നിസ്സഹകരണത്തിന്റെ വാർത്തകളൊക്കെയാണല്ലോ പുറത്തു വന്നത്. അച്യുതൻ, അനുജ, തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ 12 ദിവസത്തെ കസ്റ്റഡിയിൽ കൂടിയാണ് NIAയുടെ കസ്റ്റഡിയിലാണ് തഹാവൂർ റാണ ഉള്ളത്. ആ സാഹചര്യത്തിൽ പോലും NIA ഇതുമായി ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള NIAയുടെ ചോദ്യങ്ങളോട് തഹാവൂർ റാണ യാതൊരു രീതിയിലും സഹകരിക്കുന്നില്ല എന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളോട് തഹാവൂർ റാണ ഉത്തരം നൽകാത്ത ഒരു സാഹചര്യമാണ് തുടരുന്നത്. എന്നാൽ മുംബൈ ക്രൈംബ്രാഞ്ച് എത്തി ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ഈ കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ സന്ദർശിച്ചത് പരിചയക്കാരെ കാണാനാണ് എന്ന തരത്തിൽ ഒരു മൊഴി അത് തഹാവൂർ റാണ നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് കണ്ടത് എന്ന അവരുടെ വിവരങ്ങൾ തഹാവൂർ റാണ ക്രൈംബ്രാഞ്ചിന് നൽകിയതായും വിവരങ്ങളുണ്ട്. കേരളത്തിൽ കൊച്ചിയിലെത്തി ഏതാണ്ട് 10ഓളം പേരെ കണ്ടതായിട്ടാണ് വിവരം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ NIAയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളോട് ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഇതിലെന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആസൂത്രണം എന്നടക്കമുള്ള ചോദ്യങ്ങളോട് ഇപ്പോഴും നിസ്സഹകരണമാണ് തഹാവൂർ റാണ തുടരുന്നത്. അനുജ, ശരി. തഹാവൂർ റാണയുടെ ശബ്ദ സാമ്പിൾ ശേഖരിക്കാൻ കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. NIAക്ക് പട്യാല ഹൗസ് കോടതിയാണ് അനുമതി നൽകിയത്.